ഉടമ്പടി എടുത്തതിന് ശേഷം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം പിന്നെ 6 മാസം കഴിയുമ്പോൾ സാക്ഷ്യം മറിച്ച് ചിന്തിക്കുമ്പോൾ അവിശ്വസ്തതയാണ് അവിടെ വരണത്. അപ്പോൾ അത് വിശ്വസ്തതയിൽ ഉടമ്പടിയുടെ കാര്യത്തിൽ വിശ്വസ്തത മരണം വരെയാണ് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരാളെ വിശ്വസിച്ച് പോയാൽ അയാളുടെ ക്വാളിറ്റി ആയിരിക്കും അത്. അല്ല ഓരോ അണ്ണന്മാർ വന്ന് അങ്ങോട്ട് ഉന്തുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഉന്തുമ്പോൾ ഇങ്ങോട്ട് വരും, അങ്ങനെ എടുക്കത്തില്ല. അവിടെ ക്വാളിറ്റിയാണ്. അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു പോയി, അയാളപ്പം അങ്ങനെയോട് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് സത്യമെന്ന് വിചാരിച്ച് ഞാൻ ഈ ദൈവത്തിനെതിരെ സംസാരിക്കുന്നതിന് വെച്ച് പൊറപ്പിക്കത്തില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് ചുക്ക് സംസാരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിങ്ങൾ മരിച്ചു പോയിട്ട് മണ്ണടിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ എന്നെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് എന്നാ കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല ദൈവത്തിൻ്റെ ദിവസം എനിക്കൊരു ഓർമ്മ കിട്ടും, എനിക്കത് മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കണത്. ജനങ്ങളെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും മരണം വരെ ദൈവത്തിൻ്റെ തിരുസന്നിധി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ അവകാശമായി നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയ്ക്കാണ് ഈ പട്ടം മേടിച്ചിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും നിങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ നിശ്ചയിക്കല് ചെയ്യണത് നിങ്ങൾക്ക് ഉപ്പായിക്കൊണ്ട് നിങ്ങൾ കേടുവരാൻ സൂക്ഷിക്കപ്പെടണമെന്നുണ്ട്. എവിടെ വരെയാണ്? നിത്യതയിൽ ദൈവത്തെ കണ്ടെത്തുന്നവരെ. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് കർത്താവ് ചോദിച്ചത് എന്തുകൊണ്ടാണ്? എന്തരൂപിയാണ് നിങ്ങൾ നയിക്കണതെന്ന് കർത്താവ് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണത്. നിങ്ങൾ നയിക്കണ അരൂപി എന്താണെന്ന്. കളിയാക്കുന്നവർ നയിക്കണ അരൂപി എന്താണ്? കളിയാക്കി കേട്ടപ്പോൾ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പോകുന്ന ഇവളെ നയിക്കണ അരൂപി എന്താണ്? ദുഷ്ടാരൂപിയാണ് അല്ലെങ്കിൽ ലോകാരൂപിയാണ്. ലോകാരൂപിയിലെ ദുഷ്ടാരൂപിയിലെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. എന്താ കാര്യം? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 14:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഞൊട്ടി കേട്ടല്ല സംഭവം. എന്താ സംഭവം ഇരിക്കണം ഒന്ന് പറഞ്ഞേ. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. ലോകത്തിന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കയ്ക്കും ആഫ്രിക്കയ്ക്കും പറ്റത്തില്ല. ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് സാക്ഷ്യത്തിൻ്റെ ആത്മാവാണ്. കർത്താവിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ 10:32 എടുത്ത് 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവരെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ഏറ്റുപറയുന്ന ആത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് ഏറ്റുപറയാത്തൊരാത്മാവാണ് നിനക്കുള്ളതെങ്കിൽ അത് ലോകത്തിൻ്റെ ആത്മാവാണ്. ലോകത്തിൻ്റെ ആത്മാവിൻ്റെ ആരാധ്യ പുരുഷൻ ആരാണ്? നീയോ അല്ലെങ്കിൽ നീ ആരാധിക്കുന്ന വ്യക്തികളോ സമൂഹമോ ആയിരിക്കാം. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറയുമ്പോൾ ഈ മറ്റൊരു ദൈവത്തിൻ്റെ ഉള്ളിൽ ഈ മറ്റു മനുഷ്യരും സമൂഹം ഉണ്ടാകുന്നുണ്ട്. അതിൽ പാർട്ടി ഉണ്ടാകുന്നുണ്ട്, അതിൽ നിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരെന്ത് വിചാരിക്കുന്നു, നാട്ടുകാരെന്ത് പറയുന്നു നീ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവ പൈതലെ നീ ജീവിക്കുന്നത് ലോകാരൂപിയാലാണ്. ലോകാരൂപിയെ നയിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ലെന്നാണ് 14:17 പറയുന്നുണ്ടെങ്കിൽ ആരാണ് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്നത്? അത് റോമ 8:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഒന്നിനു പറയുക, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. എന്റെ ദൈവ പൈതലിനുള്ളത് അധികാരമാണ്. ദൈവ പൈതലിനുള്ളത് ശക്തിയാണ്. ശക്തിയും അധികാരം ലഭിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള തിന്മകളുടെ മേൽ നമുക്ക് ആധിപത്യം ഉണ്ടാകാൻ പറ്റണത്. അപ്പം നമ്മുടെ ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? ദൈവാത്മാവ് നയിക്കപ്പെടുക, ദൈവത്തിൻ്റെ മക്കളാകുക, ദൈവത്തിൻ്റെ മക്കളായിക്കൊണ്ട് ദൈവമക്കളുടെ അധികാരം നേടുക, കഴിവ് നേടുക. അതല്ലേ യോഹന്നാൻ 1:12 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12 എന്താ പറയണത്?
തന്നെ സ്വീകരിച്ചവർക്കെല്ലാം പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിലെ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിലെ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിലെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവത്തിലെ ഇതുപോലെ ഓരോ പ്രോബ്ലങ്ങള് സോൾവ് ചെയ്താണ് നമ്മൾ ദൈവമക്കളുടെ കഴിവ് നേടുന്നത്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞിരിക്കണത്? യോഹന്നാൻ 2:12 എന്താ 1:12 എന്താ പറയണത്? തന്റെ നാമത്തിൽ പറഞ്ഞേ, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. തന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ വിശ്വാസം എന്ന് പറയും. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശ്വാസം അല്ലല്ലോ. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാലും ക്രിസ്തീയ വിശ്വാസത്തിൽ വരുമ്പോൾ ഒറ്റ വിശ്വാസമേ ഉള്ളൂ. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുമ്പോൾ റാൻഡമായിട്ട് ഇങ്ങനെ ജനറലായിട്ട് ദൈവത്തെ വിശ്വസിക്കണമല്ല. വെരി പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ. അവർ ഫെയ്ത്ത് ഈസ് വെരി പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ. എന്താണ്? അവർ ഫെയ്ത്ത് ഈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. പറഞ്ഞ്, എൻ്റെ വിശ്വാസം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകുന്ന നല്ല പിതാവേ, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. എന്താ സംഭവം? നമ്മുടെ വിശ്വാസം എവിടെയാണ്? അവൻ്റെ നാമത്തിലാണ്. ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കണം. ഈ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം എന്തുകൊണ്ടാണ് നമ്മൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം? എന്താ കാര്യം? അവൻ്റെ നാമത്തിൽ വേറെ എന്തെങ്കിലും നാമത്തിൽ വിശ്വസിക്കാൻ പാടില്ലേ? എല്ലാ മതങ്ങളും ഓരോ വഴികളാണെന്നല്ലേ പറയണത്. വേറെ ഏതെങ്കിലും നാമത്തിൽ വിശ്വസിക്കാൻ പാടില്ലേ? പറ്റത്തില്ല. എന്താ കാര്യം? അവൻ മാത്രമാണ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തത്. അതാ വിഷയം. അവൻ്റെ നാമത്തിൽ അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ, പറഞ്ഞേ, അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം എത്രയും വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. എന്താണ്? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമത്തിലാണ്. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയില് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2:9-10 ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. പറഞ്ഞേ, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശുക്രിസ്തു ആരാണെന്ന് പറഞ്ഞത്? കർത്താവ്. എങ്ങനെ കർത്താവ് ആകണത്? യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്.
അതായത് എല്ലാ നാവുകളും ഏറ്റു പറയണം. എന്താ പറയണം? യേശു ക്രിസ്തു കർത്താവാണെന്ന്. എന്തുകൊണ്ടാണ് അവൻ കർത്താവായത്? എല്ലാ നാമങ്ങളുടെയും ഉന്നതമായ നാമം. എല്ലാ നാമങ്ങളെന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ജപ്തി എന്ന് പറഞ്ഞ ഒരു നാമമല്ലേ? ബാങ്ക് മാനേജർ നമ്മൾ പറയുന്ന ഒരു നാമമാണ് ജപ്തി. ക്യാൻസർ ഡോക്ടർ പറയുന്ന ഒരു നാമമാണ്. അങ്ങനെ ലോകത്ത് ജപ്തികളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള നാമങ്ങളുണ്ട്. സംശയം ഒരു നാമമാണ്, മദ്യപാനം ഒരു നാമമാണ്. ഇങ്ങനെ എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം. ഈ ഉന്നതമായ നാമം കൊണ്ട് മനുഷ്യന് സങ്കടങ്ങളുണ്ടാക്കുന്ന, രോഗങ്ങളുണ്ടാക്കുന്ന, തകർച്ച ഉണ്ടാക്കുന്ന, അപമാനം ഉണ്ടാക്കുന്ന എല്ലാ നാമങ്ങളെയും അവൻ കുരിശിൽ ബന്ധിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് രോഗം ഉണ്ടാകുമ്പോൾ നിങ്ങളെന്താ പറയണത്? യേശുവേ, യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഏറ്റവും ശക്തമായ ഒരു സുഹൃദൈവമാണ്. എന്താണ്? എൻ്റെ കർത്താവേ, യേശുവേ, എൻ്റെ ദൈവമേ. എൻ്റെ കർത്താവേ, യേശുവേ, എൻ്റെ ദൈവമേ എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഈ നാമത്തിൻ്റെ അപ്പുറത്ത് വേറെ ഒരു നാമവുമില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അനുഭവത്തിൽ ഈ അനുഭവങ്ങൾ തരണം എന്തിനാ? നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാണ്, അല്ല താഴ്ത്താൻ വേണ്ടിയല്ല. ഈ അനുഭവങ്ങളുടെ മെക്കാനിസം പഠിക്കണം. ഓരോ അനുഭവങ്ങളും തരണം എന്തിനാണ്? നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാണ്. പല ആൾക്കാരും അനുഭവം കൊണ്ട് താഴ്ന്നു പോവുകയാണ്. അതെന്താ കാര്യം? യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ട് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അനുഭവങ്ങൾ എന്താണ്? അനുഭവങ്ങളിലൂടെയാണ് അവൻ ഓരോരുത്തർക്കും ഓരോ കാലം നൽകുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. ഭൂമുഖം മുഴുവൻ, ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഓരോ പ്രശ്നം ഉണ്ടാകണേ എന്തിനാണ്? ദൈവത്തെ അന്വേഷിക്കാനാണ്, അല്ല പിശാചിനെ അന്വേഷിക്കാനല്ല. ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ ആഭിചാക്കാരെയും കുട്ടിച്ചാത്തിനൊക്കെ അന്വേഷിക്കും. എന്താ കാരണം? ദൈവത്തെ അറിയത്തില്ല. ഓരോ അനുഭവങ്ങൾ ഉണ്ടാകണേ എന്തിനാണ്? ഓരോ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകണേ എന്തിനാണ്? നിങ്ങൾ അത് ദൈവത്തെ അന്വേഷിക്കാനും അന്വേഷിച്ച് അവിടുത്തെ കണ്ടെത്താനും വേണ്ടിയാണ്. പക്ഷേ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ പല പല ക്രിയകൾ ചെയ്തുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണത് എന്താണ്? അന്വേഷിച്ചെത്തുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കണത്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കും. നിങ്ങൾ എന്താ കാര്യം? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമമുള്ളവനാണ് കർത്താവ്. അങ്ങനെ യേശു കർത്താവാണെന്ന് എന്ത് ചെയ്യണം? അധരം കൊണ്ടേറ്റ് പറയണം. മനസ്സിലായില്ലേ? ദൈവനെ മരിച്ചവർ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കുന്നത്. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെ ഓരോ വിഷയത്തെ പ്രാപിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ പ്രാപിച്ചാൽ അതിനെ ബ്ലെസ്സിങ് എന്ന് പറയും. ക്രിസ്തുവിനെ നിങ്ങളുടെ ശരീരത്തെ പ്രാപിച്ചാൽ അതിനെ ഹീലിംഗ് എന്ന് പറയും. ക്രിസ്തുവിനെ നിങ്ങൾ ആത്മാവിൽ പ്രാപിച്ചാൽ അതിനെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള കൃപയെന്ന് പറയും. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കൊളോസ്യസ് 3:11 കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരിലുമാണ്. അപ്പോൾ ഇവിടുത്തെ കാത്തലിക്സ് അല്ലാത്തവരും ക്രിസ്ത്യൻസ് അല്ലാത്തവരും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾ കർത്താവിനെയാണ് വിളിക്കണത്. എല്ലാ വിഷയത്തിൻ്റെയും നാമത്തിൻ്റെയും അതിനാഥനായ കർത്താവിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനേക്കാൾ ഉപരി, എന്നെക്കാൾ ഉപരി സ്വന്തം വീട്ടുകാരെയോ നാട്ടുകാരെയോ ബന്ധുക്കളെയോ സ്വന്തപ്പെട്ടവരെയോ സ്നേഹിക്കുന്നവർ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ലെന്ന് ഈശോ പറഞ്ഞത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 10:37. മത്തായി 10:37. എന്നേക്കാൾ അധികം, പറഞ്ഞ എന്നേക്കാൾ അധികം
പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഒരു വിഷയം അതിൽ തന്നെ കുരിശല്ല. ക്രിസ്തുവിനെ മാറ്റിക്കൊണ്ടാക്കുന്ന വിഷയത്തെ സമീപിക്കുമ്പോഴാണ് അത് കുരിശാകണത്. അതൊരു ബ്ലെസ്സിങ് ആണ്. മൂന്നാമത്തെ ഭർത്താവ്, വിശ്വാസമില്ലാത്ത ഭർത്താവിന് വിശ്വാസം കിട്ടിയപ്പോഴേ അയാൾ അത് ബ്ലെസ്സിങ് ആയിട്ടാണ് കണ്ടത്. യേശുവിനെ കർത്താവിൻ്റെ സ്ഥാനത്ത് തള്ളിക്കളയുകയും ഇവരുടെ സൗകര്യത്തിന് വേണ്ടി നാട്ടുകാരെ കർത്താവിൻ്റെ സ്ഥാനത്ത് കാണുകയും ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ വചനത്തെക്കാൾ നാട്ടുകാരുടെ വചനത്തിന് പ്രാധാന്യം കൊടുക്കും. നാട്ടുകാരുടെ വചനത്തെ മാത്രമല്ല, പലരും പെട്ടിരിക്കണ കൂട്ടുകാരുടെ വചനത്തെ വചനം കൊടുത്തരാം. പലരും പെട്ടിരിക്കണത് കർത്താവിൻ്റെ വചനം നേരെ ചൊവ്വയുള്ള സംഭവമാണ്. നിങ്ങളുടെ കയ്യിൽ ഉടായ്പുണ്ടെങ്കിൽ മാത്രമേ കൂട്ടുകാരുടെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. എനിക്ക് ഏറ്റവും പേടി ആൻറ്റിമാരെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. എല്ലാ പ്രസംഗത്തിലും പറയും ആൻറ്റിമാരെ. കാര്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു ജന്മമാണത്. നിങ്ങളുടെ പല മക്കളും വഴിതെറ്റിപ്പോയതിൻ്റെ പിന്നിൽ ഈ ആൻറ്റിമാരുടെ കൈയുണ്ട്. അവർ വഴിപിഴപ്പിച്ചിട്ടാണ്. അവർ നല്ല വാക്ക് ഒരു ശാസനം കൊടുക്കുന്ന ആൻറ്റിമാരില്ലെന്നല്ല പറയണത്. പലപ്പോഴും നിങ്ങളുടെ ശമ്പളമോ നിങ്ങളുടെ ഈ അവിടുന്ന് യൂറോപ്പിൽ അവിടെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച നശ കിട്ടി വളരണ ആൻറ്റിമാരും കൂട്ടുകാരും ഒക്കെ ആയിരിക്കും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റണത്. ഒരുവൻ്റെ ശത്രു അവൻ്റെ കുടുംബത്തിൽ തന്നെയെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. ക്രിസ്തുവിനെ നമ്മൾ അകറ്റിക്കളയുന്ന ആൾക്കാരുടെ പേരാണ് എന്താണ്? ശത്രു. അവൻ ആരായിരിക്കും? മിക്കവാറും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവർ അഭിഷേകം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ഉടമ്പടിയൊക്കെ കഴിഞ്ഞിട്ട് 1 ഉടമ്പടി കഴിഞ്ഞിട്ടുമ്പോൾ ചില ആൾക്കാർ പോകത്തില്ല. പ്രാർത്ഥിച്ച് വിട്ടാലും പോകത്തില്ല. നിനക്കിടിയാണെമ്പോൾ ഞാൻ പറഞ്ഞു എന്തടി അച്ഛാ, അതെ ഇത് അവസാനത്തെ പരീക്ഷ, ഞാൻ എഴുതണ വേണ്ടെന്നൊന്ന് പറയണം. ഞാൻ 5 എണ്ണം എഴുതി, കാശിത്രയും പോയി, 47,000 രൂപ അല്ല 4 ലക്ഷം രൂപ പോയി. ഇനി ഒരു പരീക്ഷ കൂടിയാണ്, കാശിയും വിട്ട് തരത്തില്ല, ഞാൻ എഴുതണ വേണ്ടെന്ന് പറയണം. അപ്പോൾ ഞാൻ അവർക്ക് തട്ടുതടിച്ചാൽ പറഞ്ഞു നീ എഴുതടി എന്ന് പറയും. എന്താ കാര്യം? അത് അധികാരമാണ്. ഞാനത് പറയുന്നത് എന്താണ്? കർത്താവിലാണ് പറയണത്. പിന്നെ എൻ്റെ റിസ്ക് ആർക്കാണ്? കർത്താവിലാണ്. ഞാനും അവളും കർത്താവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അധികാരം എന്ന് പറയാം. അപ്പോൾ ദൈവമക്കൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് മക്കളെ ഇനിയുള്ള കാര്യങ്ങളുടെയും കരിസ്മാറ്റിക് കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. ശക്തിയുടെ പ്രകടരൂപങ്ങളാണ് അത്ഭുതങ്ങളും അടയാളങ്ങൾ. പക്ഷേ ഇവാഞ്ചലൈസേഷൻ നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത്. കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത്. എപ്പോഴും നമ്മൾ ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും പത്രത്തിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ അധികാരപൂർണമായിട്ടുള്ള വർത്തമാനമായിരിക്കും അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. എന്താ പറയണത്? ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രു. 10:19 ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതായത് നമ്മൾക്ക് ഇപ്പൊ ഇനി മത്തായി 28:18 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 28:18. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
ആകയാൽ ആകയാൽ നിങ്ങൾ പോയി നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സംഭവം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ സുവിശേഷം കൈമാറ്റത്തിന് വേണ്ടത് അധികാരമാണ്, ശക്തിയല്ല. ശക്തിയും അടയാളം മാത്രമല്ല, അധികാരം വേണം. അധികാരം വേണമെന്നുണ്ടെങ്കിൽ അധികാരത്തിന് എപ്പോഴും നമുക്കറിയാം അധികാരം എങ്ങനെ ഉണ്ടാകണം. സഭയിൽ അധികാരം ഉണ്ടാകാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. അധികാരം ഉണ്ടാകാൻ ഒത്തിരി മാർഗങ്ങൾ നമുക്കുണ്ട്. അത് ഒരു അധികാരം ലോ സ്റ്റാറ്റസിങ് ആണ്. ഉടമ്പടിയിലെ ഏറ്റവും ഘടകമാണ് ലോ സ്റ്റാറ്റസിങ്. എന്നുവെച്ചാൽ അതിനാൽ അത്യധികം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്ക് ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അവന് നാമം കേൾക്കുമ്പോഴേ താഴെ പാതാളത്തിന് ഭൂസ്വർഗങ്ങളുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാൽ മടക്കേണ്ടിയിരിക്കുന്നു. അധികാരത്തിന് ശക്തി അതാണ്. അധികാരമെന്ന് പറയുമ്പോൾ അധികാരമുള്ളവർക്ക് മാത്രമേ സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പത്രം കൊടുക്കുന്നവർ കർത്താവെ സുവിശേഷ ചൈതന്യത്തിൻ്റെ അധികാരം തരാൻ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ പോകാതെ തേളുകളുടെയും പാമ്പുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ നേർക്കാണ് പോണത്. നിങ്ങൾ പറയും അച്ഛന് കാശുണ്ടാക്കാനാണത്. നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? നിങ്ങൾക്ക് എന്താ പത്രം നടക്കേണ്ട കാര്യമുണ്ട്? ഇതാ ശത്രുക്കളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ പിശാചിൻ്റെ എല്ലാ ശക്തികളടുത്തേക്കാണ് നിങ്ങൾ പോണത്. ആ ശക്തിയെ അതിജീവിക്കുന്ന അധികാരം തന്നാൽ നിങ്ങളെ വിടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 10:19 പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ ഇതാ ശത്രുവിൻ്റെ ലൂക്കാ 10:19 പറഞ്ഞ ഇതാ ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം തന്ന എന്റെ കർത്താവേ, എന്റെ നാമത്തെ പ്രഘോഷിക്കുന്നതിനായി എന്നെ ശക്തീകരിക്കണമേ. എന്റെ നാമത്തെ കൈമാറുന്നതിനായി എന്നെ ശക്തീകരിക്കണമേ. നിന്റെ നാമത്തെ അത് ഉടമ്പടിയിലാണ് മത്തായിയുടെ സുവിശേഷം അവസാനിക്കണത്. മത്തായിയുടെ സുവിശേഷം 18 എടുത്ത് 28-18 അങ്ങോട്ട് വായിച്ചു തന്നൂടി. അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അടുത്ത വാചനം, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് 28-20. എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുഷ്ഠിക്കുവാൻ അവരെ അഭ്യസിക്കുവേൻ. അതാണ് ഞാൻ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അതാണ് ഉടമ്പടി. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? അധികാരത്തോടുകൂടി കർത്താവിനെ കൈമാറുകയും കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കുകയും ചെയ്യുകയാണ്. അതിന് നെറ്റെഫക്റ്റ് എന്താണ്? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഉടമ്പടി പ്രസൻസ് അങ്ങനെ വരണത്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. കൈയടിക്കട്ടെ, ശ്രുതികടേ. ഭർത്താവ് ഇപ്പം എന്ത് ചെയ്യുന്നറിയാമോ? ഇവളെ അറിയിക്കാതെ, പണ്ട് ഇവള് ഭർത്താവിനെ അറിയിക്കാതെയാണ് ഒന്ന് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ഭർത്താവ് ചിരിക്കണത് എന്താണ്? ഇവൾ കുഞ്ഞിനെ കൊല്ലാൻ നടക്കണ കാരണം, അവൾ ഡിപ്രഷൻ അടിച്ചിരിക്കണ കാരണം ഭർത്താവ് അവളറിയിക്കാതെ വന്ന് സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത്. ഒരു സ്റ്റോറി പോണ പൂക്ക് കണ്ടില്ലേ? എന്ത് രസമാണ് കേൾക്കാൻ. എന്നിട്ട് ആ ഉടമ്പടി ഈ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവസാനം കുഞ്ഞിനെ പ്രസവിക്കും. 3ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കും. പ്രസവിച്ച് കഴിയുമ്പോൾ
ഈ കുഞ്ഞിന് മൊത്തം മഞ്ഞ നിറമാണ്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് 80% കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ നിറമുണ്ട്. ഇത് 80%, 90-97% മഞ്ഞ നിറമാണ്. അപ്പോൾ കുഞ്ഞിനെ ഉടനെ അവർ എമർജൻസി ആയിട്ട് വേറൊരു ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കൊച്ചിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും 1 മിനിറ്റേ ഉള്ളൂ, നിങ്ങൾ എത്രയും വേഗം പോയി ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരണം. ഈ ബ്ലഡ് കയറ്റിയില്ലെങ്കിൽ കൊച്ചി ഇപ്പം മരിക്കുമെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ തീ പറഞ്ഞ് അവിടെ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലണത്. ആ ഗവൺമെൻറ് ആശുപത്രി കാണുന്ന ആദ്യമായിട്ട്. എവിടെയാണ് ബ്ലഡ് ബാങ്ക്, തിരിച്ച് കുഞ്ഞെ കിടക്കുന്ന തിയേറ്റർ എവിടെയാണ്, ഇതൊക്കെ എല്ലാം കൺഫ്യൂഷനാണ്. രാത്രി ഓടുകയാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് ഇവന് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കിട്ടും. ഒരു ബ്ലഡ് കണ്ടെയ്നറിൽ ബ്ലഡ് കൊടുക്കും. ഈ ബ്ലഡും പിടിച്ചുകൊണ്ട് ഇവൻ ഓടുകയാണ്. പക്ഷേ എങ്ങോട്ട് ഓടണമെന്ന് അറിയത്തില്ല, തെക്കും വടക്കും അറിയാൻ പാടില്ല. അവിടെ ചെന്നൊരു സെക്യൂരിറ്റി ചോദിക്കുന്നത് ഈ ബ്ലഡ് എവിടെ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ബ്ലഡ് കൊടുക്കും. ഉടനെ ബ്ലഡ് കൊടുക്കുമ്പോൾ ഇവൻ്റെ ചിറ്റ തങ്കച്ചിറ്റ എന്നാണ് അവൻ പറയണത്. തങ്കച്ചിറ്റ ഇരുട്ടത്ത് കൂടി വന്ന് വെച്ചും കൊന്ത കൊണ്ടുവന്ന് ഈ ബ്ലഡേ വെക്കും. കർത്താവേ ഈ രക്തം നിൻ്റെ രക്തമായി മാറട്ടെ. ഈ കാലത്ത് ആൾക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാ വിശ്വാസമാണ്. തങ്കച്ചിറ്റ തടഞ്ഞെടുത്തിട്ട് പറയണേ, കർത്താവേ ഈ രക്തം നിൻ്റെ രക്തം, അവളുടെ പ്രാർത്ഥിക്കുന്ന കൊന്ത എടുത്ത് തിമ്മ വെച്ചിട്ട് രക്തത്തിൽ, കർത്താവേ ഈ രക്തം നിൻ്റെ രക്തമായി മാറട്ടെ. ഒറ്റ വാക്ക്. പിന്നെ ഇവൻ ഓടണം മുഴുവനും, കർത്താവേ നിൻ്റെ രക്തമാക്കണമേ. ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കയറുമ്പോൾ തന്നെ നിൻ്റെ രക്തമായിട്ട് കയറണമേ എന്നാണ്. അവൻ ഒരു കണക്കിന് സ്ഥലത്ത്, സെക്യൂരിറ്റി പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ചാടി ബ്ലഡ് കൊടുത്ത് ബ്ലഡ് കൊച്ചിന് കയറി. അതുപോലെ തന്നെ കൊച്ച് രക്ഷപ്പെട്ട്. അവൻ ആ സാക്ഷ്യത്തിൻ്റെ അവസാനം പറയേണ്ട സംഭവമുണ്ട്. എല്ലാം ശാസ്ത്രമാകാം, പക്ഷേ ശാസ്ത്രമല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? ഈ 1 മിനിറ്റിനുള്ളിൽ ഈ രക്തം എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഈ രക്തവും കൂടെ കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയതിൽ ശാസ്ത്രമില്ല, അവിടെ ദൈവം മാത്രമേ ഉള്ളെന്ന്. എനിക്ക് ഭയങ്കര ഞെട്ടിപ്പോയി. അവൻ എന്ത് കറക്റ്റായിട്ടാണ് ഞാൻ അനലൈസ് ചെയ്യണത്. 1 മിനിറ്റ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ രക്തം എടുത്തുകൊണ്ട് ആ 1 മിനിറ്റാണോ 2 മിനിറ്റാണോ 3 മിനിറ്റ് ആക്കേണ്ടത് ദൈവമാണ്. അവിടെ ശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും. ആ രക്തകത്ത് കയറുന്നവരെ ആ പറഞ്ഞ സമയത്ത് അവിടെ എത്തിക്കുന്നതിൽ ശാസ്ത്രമില്ല. അവിടെ എന്താണ്? വിശ്വാസം മാത്രമേ ഉള്ളൂ. അത് തങ്കച്ചെറ്റിയുടെ വിശ്വാസമാണ്. കർത്താവ് ഈ രക്തത്തെ നിൻ്റെ രക്തമായി മാറ്റണമേ എന്നുള്ളത്. അത് കയറുമ്പോഴാണ് കുഞ്ഞിൻ്റെ മഞ്ഞ നിറത്തിലിരുന്ന ശരീരം മുഴുവൻ ചുവന്നുകൊണ്ട് വരും. എന്താ കാര്യം? കർത്താവ് അതിനെ ആശീർവദിച്ചു. ആ കുഞ്ഞിൻ്റെ ജീവനെ തിരിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ ഫെയ്ത്ത് ഗ്രാഫിലെ ഒടിയൻ ഗ്രാഫിൽ ഒത്തിരി ഒടിഞ്ഞൊടിഞ്ഞ് താഴേക്ക് പോയാൽ നിങ്ങൾ തോറ്റെന്നതിൻ്റെ അർത്ഥം. ഇടയ്ക്കൊക്കെ തിരിച്ച് ഒടിയാം, സ്വാഭാവികമാണ്. പക്ഷേ ഫെയ്ത്ത് ഗ്രാഫ് എപ്പോഴും വളരണമാണ്. വിശ്വാസത്തിൽ വളരുന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ തളരുന്നതാണ് അതിൻ്റെ കൗണ്ടെന്ന് പറയണത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് മറ്റവരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, പാർട്ടിക്കാരെന്ത് പറയും, ഒരു മനുഷ്യൻ നോക്കരുത്. നിൻ്റെ കർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാനാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അത് നിന്നെ ഉയർത്തുകയും നിലനിർത്തുകയും ചെയ്യും. കാര്യം അവൻ്റെ നാമം എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം. അവൻ്റെ നാമത്തിന് അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടി അഭിഷേകം മേടിച്ച ആളാണ് നീ എന്നുള്ള ബോധ്യം. ആ ബോധ്യം നിന്നെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം പ്രാർത്ഥന വിശ്വാസം കൈകാര്യം ചെയ്യാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ശ്രുതികട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നീയാണ് കർത്താവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ഗുരുതരമായ രോഗമുള്ളിടത്ത് കൈവെക്കാം. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. തലവേദനയുള്ളവരെ നെറ്റി കൈവെക്കണം. ഉദരരോഗമുള്ളവരെ വയറിൽ കൈവെക്കണം. കരരോഗമുള്ളവർ നെഞ്ചിൻ്റെ കൂടിനെ കൈവെക്കണം. ഹൃദ്രോഗമുള്ളവരെ ഇടനെഞ്ചിന് കൈവെക്കണം. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കണം. സർവാംഗം കൂടുതൽ രോഗമുള്ളവരെ കൈവണച്ച് വെക്കണം. മൊത്തം കർത്താവിന് ശരീരം ഉച്ചയോടെ ഉള്ളംകാൽ വരെ ഏൽപ്പിക്കണം.
ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ. ശരീര രോഗങ്ങളുള്ളിടത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. 38 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് യേശുവിൻ്റെ നാമത്തില്, യേശു കർത്താവിൻ്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, വിസ കിട്ടാത്ത അവസ്ഥകള്, സാമ്പത്തിക തകർച്ചകള്, വീടില്ലാത്ത അവസ്ഥകള്, സ്ഥലമില്ലാത്ത അവസ്ഥകള്, സമാധാനമില്ലാത്ത അവസ്ഥകള്, അകന്നുപോയ ഭാര്യ ഭർത്താക്കന്മാര്, മക്കളില്ലാത്തവര്, സാമ്പത്തിക തകർച്ച വന്നുപോയവര്, കടത്തിലായിപ്പോയവര്, ജപ്തിയായിപ്പോയവര്, മാരക രോഗികള്, ജീവിതത്തിന്റെ സർവമണ്ഡലങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം. ആരാധന, ആരാധന. നിങ്ങളുടെ സ്വകാര്യ വിഷമതകളെ ഏറ്റവും ഫലപ്രദമായി പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ് ഈ ആരാധന സമയം. അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങളുടെ സങ്കടങ്ങളെ, രോഗങ്ങളെ, തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ഡേറ്റ് ഇട്ട് ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. മുട്ടനിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഏത് ജീവിത സാഹചര്യത്തിലും നീയാണ് കർത്താവ് എന്ന് ഏറ്റുപറയുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അത് നിന്നെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു മാർഗമാണെന്ന് അത് വിവേചിച്ചറിയുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
ആ